ഒരു തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കളയാനുള്ള അത്രയും വലിപ്പം ഞാനായോ എന്നുള്ളത് ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. EMS ഭവന പദ്ധതി ഗവൺമെൻറ് ഇറക്കിയ ഒരു പദ്ധതിയിൽ കുറേ വീടുകൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തു. ഒരു സ്വതന്ത്രമായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കോൺഫിഡൻറ്റോട് കൂടി വേണം നേരിടാനായിട്ട്. നമസ്കാരം, അത്തപ്പൂക്കൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇരിക്കുന്നത്. കൃഷ്ണപുരം 19ാം ഡിവിഷനിലെ സിറ്റിംഗ് കൗൺസിലറായിട്ടുള്ള ബീന മുരളി മാഡത്തെ നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി ബീനേച്ചി എന്നാണ് വിളിക്കാറ്. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി ബീനേച്ചിയെ സ്വാഗതം ചെയ്യാം. ബീനേച്ചി നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ വെച്ചപ്പോൾ വിശേഷങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണല്ലോ ഇപ്പോൾ. അതെ, എന്നുവെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എലക്ഷൻ നടക്കാനുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇന്നായിരുന്നു അല്ലേ? അപ്പം ഇന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോയിട്ട് വന്നിരിക്കുക. ഓക്കെ. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നോമിനേഷൻ കൊടുത്തിട്ടുള്ളത്. ഇതുവരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ കൗൺസിലറായിരുന്നു. CPIയുടെ പാർട്ടി മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. എത്ര വർഷം ചേച്ചി കൗൺസിലറായിട്ട് കൃഷ്ണപുരത്തിരുന്നു? ഞാനിപ്പോൾ 3 ടേം കൗൺസിലറായിരുന്നു. അത് 2005-10 കാലഘട്ടം വരെ. പിന്നെ 10-15 കാലഘട്ടത്തിലില്ല. പിന്നീട് 15 to 20, 20 to 25. അതിൽ 20 to 25 ജീവിതത്തിലെ വലിയൊരു നിർണായക ഘട്ടം എന്ന് പറയാം എനിക്ക്. എന്താ വെച്ചാൽ 8 ആണുങ്ങളുടെ കൂടെയാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ സത്യത്തിൽ 8 ചേട്ടന്മാരുടെ കൂടെ നിന്നൊരു ജനറൽ സീറ്റിൽ മത്സരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, തീർച്ചയായിട്ടും അത് സത്യം പറയണേ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഒരുപാട് സന്തോഷമായി. പിന്നെ ഞാൻ ആ 8 ചേട്ടന്മാരുടെ ഇടയിൽ നിന്ന് ഏകദേശം 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കൃഷ്ണപുരം ഡിവിഷനിൽ നിന്ന് ഞാൻ 2020 ജയിച്ചു. ഇപ്പോൾ 2025 അത് പൂർത്തീകരിച്ചു. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ, ഇപ്പോൾ നമുക്കറിയാം ഒരു വീടായാലും പ്രസ്ഥാനമായാലും ഒക്കെ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകലാണ് എല്ലാ രാഷ്ട്രീയത്തിലും പതിവ്. പക്ഷേ എനിക്ക് ഒരു 2-3 വർഷമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ്. CPIയുടെ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 3 വർഷം മുന്നേ പത്രത്തിലൊക്കെ വലിയൊരു ന്യൂസ് വന്നിരുന്നു. CPIയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം പോയി എന്ന് പറഞ്ഞിട്ട് അത് ആർക്കും കിട്ടിയില്ല. CPI അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് പത്രമീഡിയസിൽ വന്നു. പക്ഷെ പിന്നീട് അത് ബീന മുരളിയാണ് അതിൻ്റെ ഒരു കാരണക്കാരി എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചുകൊണ്ട് വരിക. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് മാനസികമായിട്ടുണ്ടായ ഒരു പ്രയാസം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചറിയാം, ഒരു സ്ത്രീക്ക് ആ ഒരു സ്ത്രീനെ തളർത്താൻ മാനസിക പീഡനം വെച്ചിട്ടാണ് ഒരാളെ തളർത്താൻ പറ്റുള്ളൂ, അല്ലാണ്ട് തളർത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ചെയ്യണമെന്നുള്ളതിലേക്ക് പാർട്ടി നേതൃത്വം കൊണ്ടുവരികയാണ്. അപ്പോൾ സത്യത്തിൽ ഞാൻ പറയണ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്ന CPI എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കളയാനുള്ള അത്രയും വലിപ്പം ഞാനായോ എന്നുള്ളത് ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു 3 കൊല്ലം മുന്നേ ഞാൻ CPIക്ക് ഓഫീസിൽ ഞാൻ പോയിട്ട് ഒരു രാജിക്കത്ത് കൊടുത്തതാ. എനിക്ക് പ്രസ്ഥാനത്തിൽ എനിക്ക് പണിയെടുക്കാൻ വയ്യ. ഒന്നാമത് തന്നെ നമുക്ക് സ്ത്രീകളാണ്, നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി പാർട്ടി പ്രവർത്തനം വേണ്ടാന്നിട്ട് 3 കൊല്ലം മുന്നേ ഞാൻ KK വത്സരാജ് എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൊടുത്തിട്ടുള്ളതാണ്. അന്ന് അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ പാർട്ടിയിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട്, ഞാൻ മാറുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇവർ നിലവിൽ എന്നെ മത്സരിപ്പിച്ച ഡിവിഷനായ കൃഷ്ണപുരം ഡിവിഷനിൽ ആ ഡിവിഷൻ 2 ഡിവിഷൻ കൂടി ഒന്നാക്കി. അതായത് നടത്തറ ഡിവിഷനും കൃഷ്ണപുരം ഡിവിഷൻ കൂടെ ഒന്നാക്കി. തൃശ്ശൂർ കോർപ്പറേഷനിൽ 56 ഡിവിഷൻ. അപ്പോൾ ഈ 56 ഡിവിഷനിലെ ഏറ്റവും വലിയ ഡിവിഷൻ കൃഷ്ണപുരം ഡിവിഷൻ. അതായത് ഏകദേശം 7300 വോട്ടുകൾ ഈ ഡിവിഷനിലുണ്ട്. പക്ഷേ തൃശ്ശൂർ ടൗണിനോട് ചേർന്ന ചില ഡിവിഷനിലൊക്കെ വെറും 800 വീടുകളും 1800 വോട്ടർമാരൊക്കെ ഉള്ളൂ. അത് ശരി. പക്ഷേ അപ്പോൾ എന്താണ് ഈ ഡിവിഷൻ വിഭജനം? നമ്മളൊരു ഷഫ്ലിംഗ് നടത്തിയിട്ട് ഡിവിഷൻ വിഭജിക്കുമ്പോൾ ഇതിനൊരു മാനദണ്ഡം ഉണ്ടല്ലോ. അതെ.
അപ്പോൾ അവിടുത്തെ ഒരു ഡിവിഷനിൽ 1800 വോട്ടും ഈ ഒരു ഡിവിഷനിൽ 7300 വോട്ടും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് കമ്പാരിസൺ ശരിയാവണത്? നമുക്ക് അതിനെക്കുറിച്ച് ഇവർ ഉദ്യോഗസ്ഥന്മാർ ചെയ്തു ആരെന്ന് പറയുമ്പോൾ നമ്മൾ ഭരണാധികാരികളല്ല അതിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അത് മാനസികമായിട്ട് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഞാൻ CPIനെ അറിയിച്ചു, പലവട്ടം അറിയിച്ചു. പക്ഷെ അവർ വളരെ സില്ലിയായിട്ട് അത് എടുത്തു. ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് നേതാക്കന്മാരെ വിളിച്ചു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എങ്കിലും കൂടെ ഇതിനൊരു പ്രയോറിറ്റി തരുന്നില്ല അവർ. ഞാനിത് പറയുമ്പോൾ അവരതിനെ വളരെ സില്ലിയായിട്ട് കാണാം. അത് ഒരു കൗൺസിലർ എന്നുള്ള രീതിയിലും ഒരു CPI പ്രവർത്തക എന്നുള്ള രീതിയിൽ എന്നെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ച കാര്യം. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ 3 ടേം മത്സരിച്ചു എന്ന് പറഞ്ഞാൽ 15 വർഷം നമ്മുടെ ലൈഫ് നമ്മൾ ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച് പണിയെടുത്തു. അതല്ലാതെ ഇപ്പോൾ മാറി മാറി ഞാൻ മത്സരിച്ചിട്ടൊന്നുമില്ല. ഞാൻ നിന്ന ഡിവിഷനിൽ തന്നെ മത്സരിച്ചേ. അപ്പോൾ നമ്മളെ ഈ ജനം അംഗീകരിക്കണമെങ്കിൽ നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് ആ പ്രസ്ഥാനത്തിൽ ഒരുപാട് നേതാക്കന്മാർക്ക് അറിയാം. പക്ഷെ ചില വ്യക്തികൾ 1-2 പേര് ഇതൊന്നും കാണാതെ തന്നെ നമ്മളൊരു തരം മാനസികമായിട്ട് ഹരാസ് ചെയ്യണ തരത്തിലുള്ള സംസാരങ്ങളും പലവട്ടം ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചേ, നമ്മൾ ഈ ഇത്തിക്കണ്ണി പോലെ ഒട്ടിപ്പിടിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ആ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കണേ. പഴയകാല നേതാക്കന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി. അങ്ങനെയാണ് ഇതിനൊക്കെ വളർത്തി ഇത്രയ്ക്ക് ആക്കിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് കാലഘട്ടത്തിൽ ഒരുപാട് നല്ല നേതാക്കന്മാർ CPIയിലുണ്ട്. കാര്യം എന്തൊക്കെയുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പറയുമ്പോഴും CPI എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാവുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാരാണ് എല്ലാവരും. പക്ഷെ എല്ലായിടത്തും ഉണ്ടാവില്ലോ എന്തെങ്കിലും ഒരു നാശം എന്ന് പറയണ പോലെ ചില ആളുകളുടേത്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും നമ്മൾ 3 വട്ടം നിന്നു, 3 വട്ടം ജയിച്ചു, വളരെ ഭംഗിയായി. അപ്പം എന്താ പറയുക, സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താന്ന് പറയില്ലേ. അപ്പം ഞാൻ അതിനോട് യോജിച്ചു. എന്താ വെച്ചാൽ എൻ്റെ ഡിവിഷൻ വെട്ടിമുറിച്ച് ഇവർ അത് ജനതാദളിന് കൊടുത്തു. ജനതാദളിന് ഈ കൃഷ്ണപുരത്ത് ആരും ഇല്ല. അപ്പോൾ അവർ മോശക്കാരായിട്ടല്ല ഞാൻ പറയണ, അവരുടെ പ്രവർത്തകരില്ല ഇവിടെ. അപ്പോൾ CPMനെ ഒന്നാലൊക്കെ വെച്ച് കൈമാറിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ CPI പാർട്ടി ഈ സീറ്റ് എടുക്കണം. അതാണ് നമ്മൾ വെച്ച ഓപ്ഷൻ. ഇനിയിപ്പോൾ CPIക്ക് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഇവിടെ ആ ടീച്ചർ ഒരാൾ വരാമെന്ന് പറഞ്ഞു. ആ ടീച്ചറെ വേണമെങ്കിൽ നിർത്താം, അതല്ലെങ്കിൽ വേറെ പിള്ളേരുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ സീറ്റ് വിട്ടു കൊടുത്തിട്ടായാലും സീറ്റ് പിടിച്ച് നിർത്താൻ ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ പാർട്ടി നോക്കാം എന്ന് പറയല്ലാതെ പിന്നെ ഞാൻ ഈ പാർട്ടി ഓഫീസിൽ ചെന്നിരുന്ന് ഈ കുട്ടികളുടെ പോലെ കരയാനും അല്ലെങ്കിൽ അത് മേടിക്കാനൊന്നും നാളിതുവരെ നിന്നിട്ടില്ല. 3 ടേമിലും പാർട്ടി എൻ്റെ വീട്ടിൽ വന്ന് എന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളതാണ്. ഞാൻ ഒരു നേതാക്കന്മാരോടും ഒരു തവണ പോലും എന്നെ മത്സരിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടിക്ക് തോന്നി ഞാൻ നിന്നാൽ സൂട്ടബിൾ ആണെന്നുള്ള തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി പിടിച്ച് നിർത്തിയിട്ടുള്ളത്. എന്താ വെച്ചാൽ CPI പാർട്ടിക്ക് 8 സ്ഥാനാർത്ഥികളുണ്ട്, അതായത് 8 ഡിവിഷനുകളുണ്ട്. ഈ 8 ഡിവിഷനിലും പലതവണ ഒരു ഡിവിഷനാണ് ജയിച്ച് കിട്ടാറ്. ചില സമയങ്ങളിൽ 2 ഡിവിഷൻ 3 ഡിവിഷൻ. ഇത്തവണ ഒരു എന്താ പറയുക, സ്വതന്ത്ര സ്ഥാനാർത്ഥി അടക്കം 4 ഡിവിഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നമ്മൾ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ഈ ഡിവിഷൻ ഞാൻ പിടിച്ചെടുത്തിട്ടുള്ളത്. പക്ഷേ അറിയാം. താങ്ക് യു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ മത്സരിച്ചിട്ടുള്ളൂ. ഒരു വട്ടം പോലും CPIയുടെ ഒരു നേതാക്കന്മാർ പറയാണ് ഞാൻ സീറ്റ് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം വരെ ഞാൻ പിൻവലിക്കാം. എന്താ വെച്ചാൽ ഞാൻ ഒരാളോട് ഒന്നും ചോദിക്കാൻ പോകാറില്ല. 15 കൊല്ലം പണിയെടുത്തതിൻ്റെ ഭാഗമായിട്ട് അവരെനിക്ക് തന്ന ഒരു ആനുകൂല്യമാണ് 1 കൊല്ലം ഡെപ്യൂട്ടി മേയർ സ്ഥാനം. അതായത് 2017 നവംബറിൽ എന്നെ ഡെപ്യൂട്ടി മേയറാക്കി. 2018 നവംബറിൽ കറക്റ്റ് 17-ാം തീയതി ഞാൻ രാജിക്കത്തും കൊടുത്തു. നമ്മൾ പറഞ്ഞത് വിട്ട് ഒരു ദിവസം പോലും ആ കസേരയിൽ ഇരുന്നിട്ടില്ല. എന്താണോ പ്രസ്ഥാനം നാളിതുവരെ പറഞ്ഞത് അത് വിട്ടിട്ട് ഞാൻ ഒരു കാര്യം മുന്നോട്ട് പോയിട്ടില്ല. അത്രയും നമ്മൾ ആ പ്രസ്ഥാനത്തിനെ സ്നേഹിച്ചിട്ടും എൻ്റെ 20 കൊല്ലത്തെ രാഷ്ട്രീയ ജീവിതം, അതായത് 2005 തൊട്ട് 2025 വരെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ 5 കൊല്ലം ഞാൻ മത്സരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എന്നും ഒരേ രീതിയിൽ എൻ്റെ കുടുംബം നോക്കുന്നത് പോലെ എൻ്റെ പ്രസ്ഥാനത്തിനെയും വളർത്താൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ള. പക്ഷേ ഇപ്പോൾ പാർട്ടി നേതാക്കന്മാർ മൊത്തം പറയണത് 3 ടേം കൊടുത്തു എനിക്ക് എന്തോ ആർത്തി മൂത്തിട്ടെന്നൊക്കെയാണ് എൻ്റെ മണ്ഡല സെക്രട്ടറി പ്രസ്താവന ഇറക്കിയത്. പക്ഷെ എന്താണ് ഞാൻ അവരോട് ആർത്തി കാട്ടിയത്? അതാണ് എൻ്റെ ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് എൻ്റെ ചോദ്യം. ഞാൻ എന്താണ് ആർത്തി കാട്ടിയെന്നുള്ളതാണ് അവർ വ്യക്തമാക്കണം. ഇനി ഞാൻ എന്തെങ്കിലും ഒരു അഴിമതി കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പാർട്ടിക്ക് വ്യക്തമാക്കാം. ഇനി ഞാൻ അഴിമതി ചെയ്തിട്ടാണ് ഞാൻ അത് വെച്ച് ഇത് വെച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയണ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ വ്യക്തമായ തെളിവോട് കൂടിയിട്ട് വേണം കുറ്റപ്പെടുത്താൻ. പ്രത്യേകിച്ച് സ്ത്രീകളാ അല്ലേ? അത് വളരെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം. എൻ്റെ മണ്ഡല സെക്രട്ടറി എന്ന് പറഞ്ഞൊരു കൊച്ച് എൻ്റെ ഒരു ആങ്ങളയുടെ പോലെയുള്ളൊരു പയ്യനാണ്. അദ്ദേഹം ഇറക്കിയ പ്രസ്താവന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെറ്റർ ഹെഡിൽ ഇറക്കുമ്പോൾ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ്. അത് എൻ്റെ ജില്ലാ നേതൃത്വം അറിഞ്ഞിട്ടുണ്ടോ സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മണ്ഡല സെക്രട്ടറി സ്വന്തം ഇഷ്ടപ്രകാരം തയ്യാറാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ ഒരു സ്ത്രീയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പേടിക്കുന്ന തരത്തിലുള്ള എഴുത്തുകളാണ് ആ മണ്ഡലം സെക്രട്ടറി ഈ ലെറ്റർ ഹെഡിൽ എഴുതി വിട്ടത്. അതിപ്പോൾ ആകെ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒന്നാലോചിക്കുമ്പോൾ അതെനിക്കൊരു പ്ലസ് പോയിൻ്റാണ്. എന്താ വെച്ചാൽ 20 കൊല്ലം ഞാൻ ഈ നാടിന് വേണ്ടി സേവനം ചെയ്തിട്ട് ഞാൻ ഒരാളുടെ അടുത്തുനിന്ന് ഒരു തരത്തിൽ ഒരു രൂപ പോലും ഞാൻ മേടിക്കാൻ പോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊല്ലമുള്ള പാർട്ടി പ്രവർത്തന ഫണ്ട് മേടിക്കാനല്ലാതെ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഇതും ചെയ്യാൻ ഞാൻ പോകാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ളതല്ലേ. ഒരുപാട് വേദന എനിക്ക് 3 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, അതായത് 3 കൊല്ലം മുന്നേ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആണ് തുടക്കം. അതുവരെ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നമുക്ക് സ്ഥാനങ്ങൾ ഇപ്പോൾ നമ്മൾ കൗൺസിലർ ആവുന്നതെന്ന് വെച്ചാൽ നമ്മൾ പണിയെടുത്തിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തിയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടൊന്നുമില്ല. പല സീറ്റും നിരന്തരം തോൽക്കുന്ന സീറ്റുകളാണ്. അപ്പോൾ അത് ഒരു സ്ഥാനാർത്ഥിയുടെ കഴിവും കൂടി അതിലുണ്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈ തൃശ്ശൂരത്തെ ചില നേതാക്കന്മാർക്ക്, എല്ലാവർക്കും അല്ലാട്ടാ, ഞങ്ങളുടെ ഇപ്പോൾ രാജ മിനിസ്റ്റർ ആയാലും അതുപോലെ ഞങ്ങളുടെ ബാലേന്ദ്രനായാലും അതുപോലെ നമ്മുടെ തൃശ്ശൂരത്തെ ഒരുവിധ എല്ലാ നേതാക്കന്മാരും വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് നമ്മളോട് ഉണ്ടായിട്ടുള്ളത്. നമ്മളൊരു കൂടപ്പറപ്പിനെ പോലെ കാണുന്ന പോലെ അവർ നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മളും ആ പാർട്ടിയിൽ പിടിച്ചു നിന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ നിന്നിട്ട് ഇപ്പോൾ നമ്മളെ എങ്ങനെയെങ്കിലും, അതിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമാണ്, ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഉയർന്നു വരുന്ന കണ്ടാൽ അവരെ എങ്ങനെ അടിച്ചമർത്താം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. സ്പ്ലിറ്റ് ആവലും പ്രശ്നങ്ങളൊക്കെ, അതിനൊന്നും എനിക്കൊരു യാതൊരു വിഷമവുമില്ല. ഡിവിഷൻ വെട്ടിയാലോ ഒന്നും വിഷമില്ല. പക്ഷേ നിലവിൽ സിറ്റിംഗ് കൗൺസിലറാണ് ഞാൻ ഈ 19ാം ഡിവിഷൻ കൃഷ്ണാപുരത്തിലെ 3 ടേം നിന്ന ഡിവിഷനിൽ മത്സരിച്ചിട്ടുള്ള സിറ്റിംഗ് കൗൺസിലറാണ് ഞാൻ. ഇന്ന് വരെ അവരോട് ഒരു സീറ്റ് ചോദിച്ചിട്ടൊന്നല്ല അവരെന്നെ മത്സരിപ്പിച്ചിട്ടില്ല. എന്നെ പിടിച്ചു കൊണ്ടുപോയി നിർബന്ധിച്ച് നിർത്തിയിട്ടുള്ളതാണ്. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, പുറത്തുള്ള ആളുകൾക്ക് അറിയില്ല എന്താണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന്. എന്നെ നിർബന്ധപൂർവ്വം പിന്നെ നിൽക്കുക പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ 3 കൊല്ലം മുന്നേ CPIയുടെ ജില്ലാ സെക്രട്ടറി KK വത്സരാജിന് രേഖാമൂലം രാജിക്കത്ത് കൊടുത്തതാണ്. പിന്നെ അവർ പിടിച്ചെന്നു ഭരണം നിൽക്കണം ബീന പോകരുതെന്നിട്ട്. ഞാൻ ഒരു സ്ഥാനം നാളെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ആകെ അവരോട് ആവശ്യപ്പെട്ടത് കൃഷ്ണാപുരത്തുള്ള ഡിവിഷൻ, ആ 19ാം ഡിവിഷൻ കൃഷ്ണാപുരം ഇപ്പോൾ 16ആണ്. ആ ഡിവിഷനിൽ CPIയുടെ ഒരു സ്ഥാനാർത്ഥി ആരായാലും വരണം, എന്നെ നിങ്ങൾ മത്സരിപ്പിക്കേണ്ട. എന്താ വെച്ചാൽ CPIയുടെ സ്റ്റേറ്റ് നേതൃത്വം പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് 3 തവണയാണെന്ന്. നമുക്കൊരു ബ്രേക്ക് വന്നാൽ നമ്മൾ 3 തവണ മത്സരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാ ആർത്തി കാട്ടേണ്ട ആവശ്യം? വ്യക്തമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ എന്തിനാ എനിക്ക് മത്സരിക്കണം എന്ന് ആഗ്രഹം? എനിക്ക് അങ്ങനത്തെ യാതൊരു ആഗ്രഹമില്ല. പക്ഷേ CPIയിൽ 6ഉം 7ഉം തവണ മത്സരിച്ചിട്ടുള്ള സാറാമർ ഓപ്ഷൻ ഉണ്ട്. അവിടെ 6, 7 തവണ CPIയിൽ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ 3, 4, 5 തവണ മത്സരിച്ച ആളുകളും ഉണ്ട്. മത്സരിച്ചിട്ട് 2, 3 തവണ മത്സരിച്ച് തോറ്റ ആളുകളുണ്ട്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല, പ്രശ്നങ്ങളില്ല. ബീന മുരളിക്കാണ് അപ്പടി പ്രശ്നങ്ങൾ. അപ്പോൾ അവർക്കറിയാം 8 ആണുങ്ങളുടെ കൂടെ നിന്നിട്ട് മത്സരിച്ചിട്ടും 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരണമെങ്കിൽ ബീന മുരളിക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അവരെ വേറൊരു രീതിയിൽ തളർത്താൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ ഒരു തരം മാനസിക പീഡനം തന്നു കഴിഞ്ഞാൽ എത്രയായാലും സ്ത്രീകളല്ലേ, നമ്മളെ ചിലപ്പോൾ 2 അടി അടിച്ചാൽ നമുക്ക് വിഷയം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ മാനസികമായിട്ട് ചിലരുടെ മൗനം പോലും നമ്മളെ വേദനിപ്പിക്കും. അതെ അതെ അല്ലേ? പണ്ടൊരു ചൊല്ലുണ്ട്, മാങ്ങയുള്ള മാവുമലെ കല്ലേറിയുള്ളൂ. സത്യമാണ് അത്. എന്താ വെച്ചാൽ മാങ്ങയുള്ള മാവുമലെ കല്ലേറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തകയാണെന്ന് അവർക്ക് അറിയാം, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നറിയാം. അപ്പൊ എന്നെ വളർത്തി കൊണ്ടുപോയാൽ ഇനി ഞാൻ വല്ല സ്ഥാനങ്ങൾ ചോദിച്ചാലോ അവിടെ നിന്ന് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല. വളരെ മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. പിന്നെ എൻ്റെ മണ്ഡല സെക്രട്ടറി കുറച്ച് കാലമായിട്ട് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം പോയതിൻ്റെ ശേഷം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ സംസാരിക്കാൻ പോലും ഒരു വിമുഖത കാട്ടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് എൻ്റെ മണ്ഡല സെക്രട്ടറി CPIയുടെ തൃശ്ശൂർ മണ്ഡല സെക്രട്ടറി കാണിക്കാറ്. ഒരുപാട് വിഷമം എനിക്ക് അനുഭവിച്ചു. എന്താ വെച്ചാൽ ആ പയ്യൻ ഒരു മണ്ഡല സെക്രട്ടറി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അവൻ്റെ അച്ഛൻ ഭാവദാസ് വക്കീൽ പാർട്ടി സഖാവായിരുന്നു.
വളരെ സൗമ്യനാണ്, വളരെ നല്ല നമ്മളോട് പെരുമാറാനൊക്കെ വളരെ സൗമ്യനാണ്. ഇത് തന്നെയാണ് ഈ കുട്ടിയായിരുന്നത്. ഈ അഡ്വക്കേറ്റ് കെ പി സുമേഷ് എന്നാണ് പേര്. ഭയങ്കര സ്നേഹതൊക്കെയായിരുന്നു. ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം പോയതിൻ്റെ ശേഷം ഈ പറയുന്ന മണ്ഡല സെക്രട്ടറി രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട് പാർട്ടിക്ക്. ഈ പറയുന്ന മണ്ഡല സെക്രട്ടറി ഉദ്ദേശിച്ച ആളെ ഡെപ്യൂട്ടി മേയർ ആക്കിയില്ല എന്നും പറഞ്ഞിട്ട് രാജിക്കത്ത് കൊടുത്ത് പാർട്ടിയിൽ പ്രസിഡന്റ് ആക്കിയിട്ടുള്ള ആളാ. ഈ പറയണ വലിയ നേതാക്കന്മാരൊക്കെ കുറെ വട്ടം MLA സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുകൾ പോയിട്ട് കിടന്നിട്ട് കരഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പണ്ടത്തെ കാരണന്മാർ പറഞ്ഞാൽ ഞാൻ ഒരു പഴഞ്ചൊല്ലി ഓർക്കാണ് ഈ സമയത്ത്. എന്താ വെച്ചാൽ കാരണന്മാർക്ക് അടുപ്പിലോ ബാക്കിയുള്ളവർക്ക് പുറത്തു കൂടി പാടില്ല എന്നുള്ള രീതിയിലുള്ളൊരു സംസാരം. അപ്പം നമ്മൾ ചില നേരത്തെ ഇതൊക്കെ ഓർത്തു പോകുന്നത് പണ്ട് കാരണന്മാർ പറഞ്ഞ ഈ പഴമൊഴി ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാവും അവർ അന്ന് കണ്ടെത്തിയിട്ടുള്ളത്. സത്യം, നമ്മൾ ഓർത്തു പോവുകയാണ് ആ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച വ്യക്തിക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കിട്ടാണ്ടിരുന്നത് ബീന മുരളി എന്ന് പറഞ്ഞൊരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു പാർട്ടി മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗത്തിന് മാറ്റാൻ പറ്റില്ലല്ലോ. ഒരു ഡെപ്യൂട്ടി മേയറുടെ സ്ഥാനം കളയാൻ എങ്ങനെയാ പറ്റുക? ഇനി അഥവാ ഞാനാണ് അതിന് കാരണക്കാരി എന്ന് വെച്ചാൽ ആ നിമിഷം അവർക്ക് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കൂടെ. വിപ്പ് തന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാന്ന് വെച്ചാൽ ഞാൻ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആളാ. അപ്പൊ പാർട്ടിക്ക് വിധേയത്വപ്പെടാതെ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ എന്നെ അത് ചൂണ്ടിക്കാട്ടി മനസ്സിലാക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട്. എന്തുകൊണ്ട് അവരെന്നെ പുറത്താക്കിയില്ല? ഞാൻ തെറ്റുകാരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 3 കൊല്ലം മുന്നേ അവരെന്നെ പുറത്താക്കിയില്ല? അപ്പോൾ ഇത് ചില നേതാക്കന്മാർ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്ത് അവർക്ക് ഈ ചേച്ചിക്ക് കൊടുക്കാൻ ഒരു താല്പര്യമില്ല. എന്താ വെച്ചാൽ 1 വർഷം കഴിഞ്ഞപ്പോഴെങ്കിലും നിലവിലുള്ള ML റോസ് ചേച്ചി ഡെപ്യൂട്ടി മേയറെ മാറ്റിയിട്ട് CPIക്ക് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മുടെ ഈ സാറാമ റോബ്സ് എന്ന് പറഞ്ഞാൽ ഈ ചേച്ചീനെയും കൊണ്ട് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി അന്ന് KK വത്സരാജിനെ ഞങ്ങൾ കാണാൻ പോലും, വത്സേട്ടാ ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയെന്ന് അറിയണ്ട, 1 കൊല്ലത്ത് അവരുടെ CPMൻ്റെ കഴിഞ്ഞാൽ ബാക്കി 2 കൊല്ലം നമുക്ക് പിടിക്കണം എന്നിട്ട് ഞങ്ങൾ ഈ ജില്ലാ സെക്രട്ടറിയെ നിരന്തരം പോയി കാണാറുണ്ട്. എത്രയോ വട്ടം പോയി കണ്ടിട്ടുണ്ടെന്നറിയോ. പക്ഷേ അവർ ഇവരെ മാറ്റാനോ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഈ ചേച്ചിക്ക് കൊടുക്കാനോ തയ്യാറായില്ല. എന്നിട്ട് ഈ കുറ്റം മുഴുവൻ ബീന മുരളിക്കാണ്. ഇപ്പോൾ മൊത്തം ബീന മുരളിയാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇപ്പോൾ സൈനി പറഞ്ഞതുപോലെ മാങ്ങയുള്ള മാവുലിക്കല്ലേ കല്ലെറിയൂ. പിന്നെ ഞാൻ ആലോചിച്ചു, പിന്നെ ഇവർ ഇത്രമാത്രം നമ്മളെ ഇങ്ങനെ ഹരാസ് ചെയ്യലും, പിന്നെ ഈ പറഞ്ഞ മണ്ഡല സെക്രട്ടറിയോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറിയുടെ മീറ്റിങ്ങുകളൊക്കെ സാധാരണ ഞങ്ങൾ ആദ്യമൊക്കെ അറിയിക്കാറ്. ഇപ്പോൾ 20 കൊല്ലം തൊട്ട് ഞാൻ ഈ പാർട്ടിയിലുണ്ട്. അപ്പോൾ അന്നൊക്കെ മണ്ഡല സെക്രട്ടറിമാരാണ് ഞങ്ങളെ മീറ്റിങ്ങൊക്കെ വിളിച്ചറിയിക്കും. ഓഫീസിൽ നിന്ന് വിളിച്ചാലും മണ്ഡല സെക്രട്ടറിമാർ വിളിക്കും. ഈ പയ്യൻ ഈ 3 കൊല്ലമായിട്ട് ഒരു കോള് പോലും, വല്ല അങ്ങേരേതായിട്ടുള്ള വല്ല സ്പെഷ്യൽ ഇതുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു കോൾ ചെയ്ത ഭാഗ്യം. പക്ഷേ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ സ്നേഹമുണ്ട്. ചിലപ്പോൾ വിളിക്കും, ഓടി വരികയൊക്കെ ചെയ്യും. പക്ഷേ ഒരു ഇത്രയും നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ഒരു വീട് പോലെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ ചില മൗനങ്ങൾ നമുക്കത് ഒരുപാട് വേദനയുണ്ട്. ഇപ്പോൾ മണ്ഡല സെക്രട്ടറി കൊടുത്ത ലെറ്റർ, അതാണ് എൻ്റെ ഒരു വേദന. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് രാഷ്ട്രീയമല്ലേ. ഞാൻ തെറ്റ് ചെയ്യാത്തോടത്തോളം ഇവർ എന്തെഴുതി കൂട്ടിയാലും ഞാൻ എന്തിനാ വേദനിക്കണേ? ഇപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്തെല്ലാം അപവാദങ്ങളാണ് പറയണേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹമൊക്കെ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചിട്ട്, അപ്പോൾ ഓരോ ഭരണക്കാരെ കുറിച്ചിട്ടും ഇവർക്കൊക്കെ എന്തെങ്കിലും വിരോധം തോന്നിക്കഴിഞ്ഞാൽ എന്താ പറയുക, നാവിനെ എല്ലില്ല എന്ന് വെച്ചാൽ എന്തും വിളിച്ച് പറയുന്ന ഒരു സമൂഹത്തിലെ കുറേ ആളുകളുണ്ട്. എല്ലാവരും അല്ല, ചില ആളുകൾ. അവരെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവരൊക്കെ വിളിച്ച് പറയണവർക്ക് അനുസരിച്ച് ഇവരൊക്കെ പ്രതികരിക്കാൻ നിന്നാൽ ഇവരെവിടെ എത്തില്ല. അപ്പോൾ ആ നേതാക്കന്മാരൊക്കെ വളർന്നത് റോട്ടിൽ കൂടെ അവർ പോകുമ്പോൾ പല പട്ടികളും കുറയ്ക്കുമെന്ന് അറിയാം. അപ്പോൾ അതിനെയൊക്കെ കല്ലെറിയാൻ നിന്നാൽ അവർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്തില്ല. ഇപ്പോൾ ബീന മുരളി അതിലേക്കാണ് ചിന്തിച്ചത്. എന്താ വെച്ചാൽ ഇവരാരൊക്കെ കുറച്ചാലും ഞാൻ എൻ്റെ വ്യക്തിത്വം വിട്ട് കളയാനായിട്ട് ഉദ്ദേശിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൃഷ്ണാപുരം ഇപ്പോൾ 16ാം ഡിവിഷനായി. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം, ഞാൻ സത്യത്തിൽ ഇത് രാജിയൊക്കെ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കാം എന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ഒരുപാട് ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു എന്നോട്, ചേച്ചി അങ്ങനെ വെറുതെ വീട്ടിൽ ഇരിക്കരുത്, വരണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു പാർട്ടിയിലും ചിഹ്നത്തിൽ പോകാതെ തന്നെ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിട്ട് തയ്യാറായത്. അത് ഇവിടുത്തെ എന്താ വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്താ വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജനാധിപത്യ രാജ്യമാണ്, സ്വതന്ത്ര രാജ്യമാണ്. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നു. ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനങ്ങൾ എന്നോട് വന്ന് ആവശ്യപ്പെട്ടു,
ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുന്നു. അതല്ലാണ്ട് ഒരാളോട് എനിക്കൊരു വിദ്വേഷവും ഇല്ല, ദ്രോഹവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. എന്നും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കുടുംബം പോലെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും അവർക്ക് വിധേയപ്പെട്ടിട്ട് മാത്രം തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. 20 കൊല്ലം ഞാൻ ഈ നാട്ടിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്. എന്നെക്കുറിച്ച് പുകഴ്ത്തി എനിക്ക് പറയേണ്ട ഒരാവശ്യമില്ല. എൻ്റെ നാട്ടുകാർ തെളിയിച്ചതാണ്. 8 ആണുങ്ങളുടെ കൂടെ ഞാൻ നിന്ന് മത്സരിച്ചപ്പോൾ 400 വോട്ടും എൻ്റെ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചു. ഇന്നും എൻ്റെ നാട്ടുകാരോട് ഒരുപാട് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി ഈ കൗൺസിലർ ആയിരിക്കെ ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അത് അങ്ങനെ ഡിവിഷൻ്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ 3 തവണ മത്സരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 2005 തൊട്ട് 10 വരെയും 15 തൊട്ട് 20 വരെയും 20 തൊട്ട് 25 വരെയും ഈ 3 ടേമിൽ LDF ആണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിച്ചിട്ടുള്ളത്. ഞാൻ LDFൻ്റെ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ബുദ്ധിമുട്ടും അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. നമുക്ക് 55 ഡിവിഷൻ, ഫസ്റ്റ് 53 ഡിവിഷനാണ്, പിന്നെ 55ആയി. നാളിതുവരെ LDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ എല്ലാ കൗൺസിലേഴ്സിനും, അത് ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്ന കൗൺസിലേഴ്സ് ആയാലും അതിൽ കോൺഗ്രസും BJP ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു തുല്യതയാണ് കണ്ടിട്ടുള്ളത് ഭരണം. എന്താ വെച്ചാൽ എല്ലാവർക്കും തുല്യമായിട്ട് ഫണ്ട് വീതിക്കും. നമുക്കൊരു വർഷം നമുക്ക് മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടും, അതേപോലെ തന്നെ നമുക്ക് കോർപ്പറേഷൻ പ്ലാൻ ഫണ്ട് അത് കേരള ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടുന്നതാണ്. അതും കോർപ്പറേഷന്റെ ഓൺ ഫണ്ടും, ഈ 2 ഫണ്ടും എല്ലാവർക്കും തുല്യമായി വീതിക്കും. അതാത് വർഷങ്ങളിൽ തന്നെ കഴിക്കും. പിന്നെ അത് കഴിയാത്തതുണ്ടെങ്കിൽ നമുക്ക് അത് വീണ്ടും തുടർച്ചയായിട്ട് ചെയ്യാനും പറ്റും. പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതില് ഒരാളെയും കോർപ്പറേഷന്റെ ഭരണാധികാരികള്, അതിപ്പോ നമ്മളിപ്പോ പല ചെറിയ വിഷമം വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ആവശ്യമില്ലാണ്ട് കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ വികസന പ്രവർത്തനം ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടന്നാൽ അതിന്റെ സത്യവും മനസ്സിലാവും. നമ്മുടെ എല്ലാ റോഡുകളായാലും, അതേപോലെ ലൈറ്റ് ആയാലും, വെള്ളത്തിന്റെ കാര്യമായാലും, അതിപ്പോ അങ്ങനെ വലിയ പരത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഭംഗിയായിട്ട് ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ അവിടുന്ന് ഭരണത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ചേച്ചി ഇപ്പൊ തൊട്ട് മുമ്പ് കുറെ ഡിവിഷന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു എന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ അത് എന്തൊക്കെയാന്ന് ചേച്ചിക്ക് ഒന്ന് പറയാൻ പറ്റും? ഡിവിഷനിൽ നമുക്കറിയാം ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യ കാര്യം വെള്ളമാണ്. കുടിവെള്ളം ഇല്ലാണ്ട് ഒരുപാട് വിഷമം അനുഭവിച്ചൊരു ഡിവിഷൻ തന്നെയാണ് നമ്മുടെ കൃഷ്ണപുരം. കാര്യം തൃശ്ശൂർ കോർപ്പറേഷന്റെ കുറച്ച് ഡിവിഷനുകൾ മാത്രമേ ഇങ്ങനെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുള്ളൂ. അതിലൊരു ഡിവിഷൻ എൻ്റെയും കൂടിയാണ്. നമുക്കറിയാം നമ്മുടെ ലക്ഷം വീട് ഭാഗം, തിരുവാണിക്കാവ്, പാറപ്പുറം ഭാഗമൊക്കെ ഒരുപാട് വെള്ളം കിട്ടാണ്ട്. എന്താ വെച്ചാൽ ഞാൻ 2005 കൗൺസിലറായിട്ട് വരുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയും, വളരെ സ്നേഹത്തോടു കൂടിയ പറയാട്ടാ, വലിയ വിഷമവും ഉണ്ട് അവർക്ക്, എന്നാലും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയും, മോളെ ഇത്തിരി വെള്ളം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പൈപ്പിൽ എത്തിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. എല്ലാ വീടുകളിലേക്കും നമ്മൾ സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകാനായിട്ട് സാധിച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു 100-300ഓളം വീടുകൾക്ക് ഫ്രീ കണക്ഷൻ കൊടുക്കാനായിട്ട് സാധിച്ചു. ഫ്രീ കണക്ഷൻ. ഇന്നിപ്പോ ചെറിയ ഈ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരുകൾ പോലും അവർ വീടുകളിൽ പറയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പഴയ കാലത്ത് നമ്മൾ പൈപ്പിന്റെ കടക്കെ രാത്രി എപ്പോഴാണ് വെള്ളം വരുന്നത് നോക്കിയിട്ട് ഈ കുടവും പാത്രങ്ങളൊക്കെ വെച്ചിരിക്കത്ര. അപ്പോൾ പല ആളുകളും ചിലപ്പോൾ രാഷ്ട്രീയ സംബന്ധം വെച്ചിട്ട് നമ്മളെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പറയില്ല. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവമാണല്ലോ. അപ്പോൾ അങ്ങനെ എന്നെ കുറിച്ച് ഇപ്പോൾ ഈ ഇലക്ഷനായപ്പോൾ പറച്ചിൽ വന്നപ്പോൾ കുട്ടികൾ പറയുന്ന ഭാഷ അത്ര, ആരെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ ഏട്ടാമ്മ, പക്ഷെ ബീനച്ചി അന്ന് നമുക്ക് കുടിവെള്ളം തന്നതും മറ്റുള്ള സഹായങ്ങൾ തന്നതൊക്കെ ഓർത്തോളോ. എന്താ വെച്ചാൽ അവര് പൈപ്പിന്റെ കടക്ക് ഈ കൊച്ചങ്ങൾ പോലും രാത്രി 2 മണിക്ക് പോലും ഉറക്കമുളച്ച് വെള്ളം പിടിക്കാതിരിക്കുന്നു. അപ്പോൾ കുടിവെള്ളമല്ലേ ഏറ്റവും വലിയ പ്രാധാന്യം. അത് നമ്മുടെ ഡിവിഷനിലെ 100% എത്തിക്കാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ 95% എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെയധികം സന്തോഷമുണ്ട് മനസ്സിന്. പിന്നെ നമ്മുടെ കൃഷ്ണാപുരം ഡിവിഷന്റെ റോഡുകളൊക്കെ നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാം, എല്ലാ റോഡുകളും വളരെ ഭംഗിയായിട്ട് കിടക്കണേ. ഇപ്പൊ ആകെ ഒരു റോഡ് മാത്രമാണ് ഇത്തിരി മോശമായിട്ട് ഇപ്പൊ നിലവിൽ കിടക്കുന്നത്, വർക്ക് നടക്കുന്നതുകൊണ്ടാണ്. അത് നമ്മളിപ്പോ എന്താ പറയാ, നമ്മള് 2 കോടി രൂപയുടെ ഒരു പ്രൊജക്ട് വെച്ചിട്ട് നമ്മള് ഈ BMBC എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ഉണ്ട്, ആ വർക്കാണ് കൊണ്ടുവരുന്നത്. അതിപ്പോ സൈഡ് കാന കെട്ടിയിട്ട് വെള്ളം പോവാനായിട്ടുള്ള കാന നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ.
അപ്പൊ ആ കാനകളൊക്കെ ഇപ്പൊ കെട്ടൽ കഴിഞ്ഞു. റോഡ് കോരാൻ നോക്കിയപ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അപ്പൊ റോഡ് കോരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ വർക്കിന് നടക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് റോഡ് കോരി വർക്ക് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ആ വർക്ക് 1.5 കിലോമീറ്റർ ദൂരാണ് ഒരൊറ്റ വർക്കായിട്ട് കിടക്കുന്നത്. 2 കോടി രൂപയുടെ. ആർക്ക് വേണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് പരിശോധിക്കാം. വിവരാവകാശം വെച്ച് 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ പറ്റും. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനടി ആ വർക്കും കൂടി നടന്നാൽ കൃഷ്ണാപുരം എന്ന് പറയുന്ന ആ ഡിവിഷൻ 100% പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചേച്ചി, പൊതുജനങ്ങളുടെ ഇടയിൽ ചെറിയൊരു സംസാരം നടന്നതാണ്. നമ്മുടെ ദൃശ്യ റോഡിന്റെ അവിടുത്തെ കനാല് കെട്ടിയിരുന്നു നല്ല ഭംഗിയായിട്ട്. പക്ഷെ അത് നല്ലൊരു മഴ പെയ്തപ്പോൾ അത് ഇടിഞ്ഞു. അപ്പോൾ അതെന്താണ് എന്നുള്ളതൊന്ന് ചേച്ചി, അതെന്താ അങ്ങനെ സംഭവിച്ചതെന്നൊന്ന് പറയോ? ദൃശ്യനഗറിൽ ചാലിടിഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യനഗർ അത് വലിയൊരു ചാലായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ അവിടെ കുറച്ച് വീടുകൾ വന്നപ്പോൾ അന്നത്തെ കാലത്ത് ആ ചാല് ഒതുക്കി കെട്ടിയിട്ട് റോഡ് പടന്നു. അപ്പോൾ വലിയൊരു ചാല് വീതിയിൽ അവിടെ നിന്ന് വരുന്നത് അത്രയും സ്പേസിലുള്ള വെള്ളം പോകാനില്ല. ഇവിടെ വന്നപ്പോൾ ഒതുക്കി കെട്ടി റോഡ് പണിതു. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളം മൊത്തം ഉൾക്കൊള്ളാനുള്ള വീതി ചാലിനില്ല. അപ്പോൾ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഒരേ പ്രളയ സമയത്ത് ഒരു നാട് മൊത്തം ഇടിഞ്ഞു പോകുന്ന വെള്ളക്കെട്ടിലൂടെ ഇടിഞ്ഞു പോകുന്ന പല സിറ്റുവേഷനുകളും നമ്മൾ സമീപിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ചാല് കെട്ടിയിട്ട് ആ ചാല് ശക്തമായ ഒരു വെള്ളം പ്രളയം പോലെ ഒഴുകി വരുമ്പോൾ ചിലപ്പോൾ ഒരു ചാലിന് അത് താങ്ങാനുള്ള ശക്തി കിട്ടില്ല. അപ്പൊ ചിലപ്പോൾ സ്വാഭാവികമാണ് അതൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആ ചാല് മൊത്തത്തിലൊന്നും ഇടിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് ഭാഗം, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മീറ്റർ 6 മീറ്റർ ആണ് ഇടിഞ്ഞിട്ടുള്ളത്. അത്രേ ഉള്ളൂ. ആ ഭാഗം ഇടിഞ്ഞത് അത്രയും ശക്തമായ വെള്ളത്തിന്റെ വരവ് കാരണമാണ് ഇടിച്ചിട്ടുള്ളത്. എത്രയോ ഭാഗങ്ങളിൽ നമുക്കറിയാം ഈ പ്രളയം കണ്ട ആളുകളെ നമ്മൾ എന്തെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ആ വർക്ക് കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കരാറുകാരൻ അത് സംഭവിച്ചത് ഉടനടി വരിലും അത് കെട്ടി അപ്പൊ തന്നെ ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. ശരിയാക്കി ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് അത് കെട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവിടുത്തെ ആ റോഡിന്റെ ചെറിയൊരു ശോചനീയാവസ്ഥ എന്ന് പറയണ ഈ BMBC വർക്ക് നിലവിൽ വരുന്നത് അത് റോഡ് ഉയർത്തും. അതായത് 28 സെന്റിമീറ്റർ റോഡ് ഉയർത്തിയിട്ടാണ് ചെയ്യുക. അപ്പൊ വളരെ ഭംഗിയാവും. ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോ അതിന് കുറച്ച് സമയം കൊടുക്കണ്ടേ? നമുക്കെല്ലാം നമ്മൾ റെഡിമെയ്ഡ് കൊണ്ടുവയ്ക്കില്ലല്ലോ. അപ്പൊ അത് ജനങ്ങളും കൂടെ ഉൾക്കൊള്ളണം. അത് എൻ്റെ ഒരു അപേക്ഷയാണ്. പിന്നെ റോഡിന്റെ വർക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചാലിന്റെ ചെറിയ ഒരു ഇടിച്ചലൊന്നും അതിന് ബാധകമല്ല. അത് BMBC വർക്കാണ്. 2 കോടിയുടെ വർക്കാണ് ആ ഫണ്ട്. അപ്പോൾ അത് നിലവിൽ ഇപ്പോൾ നമുക്കറിയാം 3-4 മാസമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ. ഇപ്പോഴും മഴ നിന്നിട്ടില്ല. ഇടയ്ക്കിട്ട് ചാറ്റൽ മഴയുണ്ട്. പക്ഷേ ഈ മഴയത്ത് റോഡ് ടാറിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ BMBC വർക്ക് ടാറിങ് വരുമ്പോൾ കുറച്ച് നാൾ ഈ റോഡ് കംപ്ലീറ്റ് കോരി അത് ലെവൽ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് ഇത് റോഡ് ചെയ്യുക. വളരെ നല്ല റോഡായിട്ടാണ് വരിക. അപ്പോൾ ഈ മഴ കാരണമാണ് നമുക്ക് ഈ വർക്ക് നീങ്ങിപ്പോയത്. നമ്മൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇലക്ഷന് മുന്നേ ഈ വർക്ക് കഴിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വർക്ക് നമ്മൾ ഇത്രയും സ്പീഡിൽ ചെയ്തത്. പക്ഷെ കാനപ്പണി പൂർത്തീകരിച്ച് വരുമ്പോൾ മഴ നിൽക്കണില്ല. നോക്കുമ്പോൾ അപ്പോഴേക്ക് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ 1 മാസക്കാലം ആളുകൾ ഓട്ടപ്പാച്ചലിൻ്റെ ഒരു കാലഘട്ടമാണ് ഈ 1 മാസം. അതിൽ നമ്മൾ ഈ റോഡ് കോരി കല്ല് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ഈ റോഡ് 28 സെന്റിമീറ്റർ 25 അപ്പോൾ 28 ഇഞ്ചിൻ്റെ ആ സെന്റിമീറ്റർ ഹൈറ്റിൽ റോഡ് ഉയർത്തുകയും വളരെ ഭംഗിയായിട്ടുള്ള ഒരു റോഡ് കൊണ്ടുവരാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ ചേച്ചി റോഡിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു, വെള്ളം എത്തിക്കാൻ പറ്റിയത് സംസാരിച്ചു, അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ വികസനങ്ങളാണ് ചേച്ചിക്ക് കൊണ്ടുവരാൻ പറ്റിയത്? നമ്മളിപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം ആരോഗ്യ മേഖലയ്ക്കാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് കേരള ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ വളരെ വിജയം കൈവരിച്ചിരിക്കുക. നമ്മുടെ ഇവിടെ ഹെൽത്ത് സെൻ്റർ ഉണ്ട്, വെല്ലൂക്കര PHC. അവിടെയൊക്കെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അവർക്ക് വേണ്ട മെഡിസിൻ കിട്ടാനും അതേപോലെ ഡോക്ടറുടെ സേവനം ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ അതേ ലാബ് വരുന്നുണ്ട്. നമ്മുടെ P. ബാലചന്ദ്രൻ MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനം തറക്കല്ലിടൽ കഴിഞ്ഞു. അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അംഗൻവാടികൾ 3 അംഗൻവാടികൾ നമുക്ക് ഉണ്ട്.
അതിൽ ഒരു അംഗൻവാടിയൊക്കെ വളരെ വിവാദമായ വിഷയമായിട്ട് പോലും അതിനെ നമ്മൾ ഭംഗിയായിട്ട് പണിത് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജയനഗർ എന്ന് പറഞ്ഞ റോഡിൽ ആ പാടത്തോടെ കയറി വരുന്ന ഒരു ഏരിയ കുട്ടികൾക്കും ജനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അതൊക്കെ പി ബാലേന്ദ്രൻ MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ റോഡൊക്കെ നല്ല ഹൈറ്റിൽ ഉയർത്തി പാലൊക്കെ പണിത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാട്ടിലെ അത്യാവശ്യം ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വെള്ളം, വെളിച്ചം, റോഡ് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഡിവിഷനിൽ അതൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അംഗൻവാടികളായാലും അതുപോലെ കുടിവെള്ള പദ്ധതികളായാലും ഈ കിണർ റീചാർജിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കിണറുകളൊക്കെ കെട്ടി അതൊക്കെ ഭംഗിയായിട്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉമാനഗറിലുള്ള ഒരു കുളം, അത് എല്ലാ പ്രാവശ്യവും നമ്മൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നാട്ടിൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ പൂരം പോലെ വെളിച്ചം ശരിക്കും രാത്രി കാലഘട്ടത്ത് വന്നാൽ. എന്താ വെച്ചാൽ നമ്മുടെ ഒല്ലൂക്കര തിരുവാണിക്കാവ് റോട്ടിൽ നമ്മുടെ രാജ മിനിസ്റ്ററുടെ ഒരു ഏരിയ ആണ് ഈ കൃഷ്ണപുരം ഡിവിഷൻ്റെ തിരുവാണിക്കാവ് ഭാഗം, ഒല്ലൂർ മണ്ഡലം വരുന്നത്. അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒറ്റ റോഡിൽ തന്നെ ഒരു 5 ഹൈമാസ് ലൈറ്റാണ് നിൽക്കണേ. ഒരു ഒറ്റ റോഡിൽ ഒരു 5 ഹൈമാസ് ലൈറ്റ് നിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ രാത്രി കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് സഞ്ചാരത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത പകൽ പോലെ വെളിച്ചം നമ്മൾ നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിവിഷൻ്റെ മുക്കിലും മൂലയിലും നമുക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആയാലും നമ്മുടെ തൃശ്ശൂരിൻ്റെ ഒല്ലൂരിൻ്റെ MLA ഫണ്ടായാലും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ കൃഷ്ണപുരം ഡിവിഷനിൽ വളരെ നല്ല രീതിയിൽ വികസന പ്രവർത്തനം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം, ഒരുപാട് നമ്മുടെ നാട്ടിൽ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് 2005 കാലഘട്ടത്തിൽ ഏകദേശം 1067 വീടുകൾ വെച്ച് കൊടുക്കാൻ സാധിച്ചു. EMS ഭവന പദ്ധതിയാണ് അന്ന് കാലത്ത് 2005-10 കാലഘട്ടത്തിൽ. EMS ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഇറക്കിയ ഒരു പദ്ധതിയിൽ കുറേ വീടുകൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ പിന്നീട് 2015 തൊട്ട് 20 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് PMAYയുടെ ലൈഫ് പദ്ധതിയായിട്ട് ഭാഗമായിട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ 2 തവണ നിന്നതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഈ ലൈഫ് പദ്ധതിയിൽ ഒരുപാട് വീടുകൾ വെച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ വളരെയധികം സന്തോഷം നമുക്കുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഈ 1,00,000 വീടുകളും അതുപോലെ മിച്ചഭൂമിയൊക്കെ ഉണ്ട്. അതിലൊക്കെ ഇപ്പോൾ പഴയ കാലത്ത് കൊച്ചു ഓടിട്ട വീടുകളായിരുന്നു. 1,00,000 വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീടുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന വീടുകളാണ്. അതൊക്കെ ഒറ്റ വീടാക്കുന്ന ഒരു പദ്ധതിയിൽ ഭൂരിഭാഗം വീടുകളും ഒറ്റ വീടാക്കൽ കഴിഞ്ഞു. അതല്ലാത്തവർക്കൊക്കെ പിന്നീട് കോർപ്പറേഷൻ്റെ ഫണ്ട് വെച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഒറ്റ വീടുകളാക്കി. പിന്നെ അതേപോലെ തന്നെ അവർക്ക് വീട് വാസയോഗ്യമാക്കാനായിട്ട് ഇപ്പോൾ 1,00,000 രൂപ കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് മാക്സിമം ആളുകൾക്ക് എത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചടവില്ലാത്ത ഫണ്ടുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒരുപാട് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കണക്കെന്നെ ശരിക്കും കറക്റ്റ് പറയാൻ പറ്റില്ല. അത്രയും മാത്രം നമ്മുടെ ഡിവിഷനിലെ ജനങ്ങൾക്ക് അങ്ങനത്തെ സഹായങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല നല്ല ചെറിയ ടർസ് വീടുകളിൽ ജീവിക്കുന്ന കാണുമ്പോൾ പണ്ട് 2005 ഞാൻ കൗൺസിലറായി കയറി ചെല്ലുമ്പോൾ അവരുടെ ജീവിതശൈലിയും ഇന്നത്തെ ജീവിതശൈലിയും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് ജനങ്ങളും അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ വിധവാ പെൻഷനായാലും വാർദ്ധക്യകാല പെൻഷനായാലും അതുപോലെ തന്നെ അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷനും അതേപോലെ വികലാംഗരായിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള പെൻഷനുകളൊക്കെ പലതരത്തിലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ഭംഗിയായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളായിട്ട് ഒരുപാട് ബന്ധമുള്ള കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് എന്ത് കാര്യത്തിനും നമ്മുടെ വീട്ടിൽ ഏത് സമയത്ത് കയറി വരാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ വീട് എപ്പോഴും ജനങ്ങൾക്ക് കയറി ഏത് സമയത്തും വരാനായിട്ടുള്ള ഒരു സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തിട്ട് അത് ഈ നാട്ടിലത്തെ എല്ലാ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അവരെന്താവശ്യം പറഞ്ഞാലും അവരുടെ ഒപ്പം ഞാൻ നാളിതുവരെ നിന്ന് പോന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലാണ്ട് നമ്മൾ ജനങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് ജനാധിപത്യം അല്ലേ. അവരുടെ കാര്യങ്ങൾ നേടിക്കൊടുക്കാനല്ല നമ്മൾ നിൽക്കണത്. അത് വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി തന്നെ ഇതുവരെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബീനേച്ചി അപ്പോൾ ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ ബീനേച്ചിയോട് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ വളരെ ചിരിച്ച മുഖത്തോടു കൂടി ഒരു ടെൻഷനും ഇല്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിച്ചത് ഇത്രയും നേരം. അപ്പോൾ ആ ഒരു ഇത്രയും കോൺഫിഡൻ്റ് ആവാനുള്ള അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറഞ്ഞു തരുമോ? അങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആവാനുള്ള ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ മനസ്സിൽ നന്മ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കതിൽ വേറെ ഒരു വിഷയമില്ല. എന്താ വെച്ചാൽ ഞാൻ നാളെ ഇതുവരെ പ്രവർത്തിച്ച് പോന്നിട്ടുള്ളത് എല്ലാവർക്കും നന്മ ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ഞാൻ ആരിൽ നിന്നും വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്കൊരു സോഷ്യൽ വർക്ക്
അതായത് നമുക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേവനം നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത് ഒരാളെ സഹായിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുക നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് സഹായികൾ എവിടെ നിന്നൊക്കെ കിട്ടാന്ന് വെച്ചാൽ അത് ജനങ്ങളിൽ മേടിച്ചെത്തിച്ച് അവരുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും മാറ്റുക. പണ്ട് കാരണന്മാർ പറയണോ ഉള്ളിടത്തുനിന്ന് മേടിച്ചില്ലാത്തവന് കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു പ്രക്രിയ. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷമമുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ആരെ കൊണ്ടെങ്കിലും കൊടുപ്പിക്കും. അതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ നമ്മൾ അതിൽ ഒരുപാട് സന്തോഷിക്കുകയാണ്. അപ്പോൾ അവരും സന്തോഷിക്കുന്നുണ്ട്, അതോടുകൂടി ഞാനും സന്തോഷിക്കുന്നു. ജനങ്ങളെ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്നേഹം എന്ന് പറയുന്ന സാധനം നമ്മൾ അത് വില കൊടുത്ത് മേടിക്കാൻ കിട്ടില്ല. നമ്മൾ ഒരാൾക്ക് എത്രത്തോളം സ്നേഹം കൊടുക്കുന്നു അത്രത്തോളമാണ് നമുക്ക് തിരിച്ചു. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് പ്രകൃതി തിരിച്ചു തരുന്നത്. അപ്പം ഞാൻ ഇന്ന് വരെ ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷ സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് അവർ നാളെ ഇതുവരെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കോൺഫിഡൻസ് ആണ്. അങ്ങനെയാണ് പോകുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്രാവശ്യം മത്സര രംഗത്തേക്ക് വരുന്നത്. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ സമീപിക്കേണ്ടത്. എന്താ വെച്ചാൽ എല്ലാവരും മത്സരിക്കുന്നുണ്ട്. ഞാൻ 100% ജയിക്കണം എന്നുള്ള വാശിയോടുകൂടി എന്നെ പ്രവർത്തിക്കണം. എന്താ വെച്ചാൽ എൻ്റെ ജനത്തിന് അറിയാം, എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചാൽ എൻ്റെ വീട്ടിൽ എനി ടൈം അവർക്ക് ഒരു സമയം നോക്കാതെ എപ്പോൾ വേണമെങ്കിലും കയറി വരാം, എന്നോട് എന്ത് വേണമെങ്കിലും സംസാരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ളൊരു വീടാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യട്ടെ, ഞാൻ അതിൽ കോൺഫിഡൻ്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ എപ്പോഴും ഫ്രീ ബേഡായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ നന്മ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ജനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നാളിതുവരെ എൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ പോലെ അവരെന്നെ കണ്ട് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണയും അവരെന്നെ അതുപോലെ തന്നെ വിജയിപ്പിക്കും എന്നുള്ള ആ ഒറ്റ പ്രതീക്ഷയിൽ തന്നെയാണ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത്തവണ ചേച്ചി സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വരുന്നുണ്ടാവല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ 3 തവണ മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ്. അരിവാൾ താനിക്കെതിരെ അടയാളത്തിലാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്വതന്ത്രയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വതന്ത്ര ഒരു ചിഹ്നത്തിൽ നമ്മൾ മത്സരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കണമെന്നാവില്ലല്ലോ. ഒരു സ്വതന്ത്രമായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കോൺഫിഡൻറ്റോട് കൂടി വേണം നേരിടാനായിട്ട്. അത് ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ല എങ്കിൽ പോലും എനിക്ക് എൻ്റെ വിശ്വാസം എൻ്റെ നാട്ടിലെ ജനങ്ങളാണ്. എൻ്റെ ജനങ്ങളെന്നും എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്നും അവരോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞ ഒരു വേർഡിനോട് ഞാൻ പറയുന്നത്, ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയപ്പോൾ ജനങ്ങളെ എനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലോ എന്നുള്ളൊരു പേടി കൊണ്ട് പല രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും പുറത്ത് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ വളരെ മോശമായ രീതിയിലുള്ള ഒരു കുപ്രചരണമായിട്ടാണ് പുറത്ത് എനിക്കെതിരെ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ എന്നെ പല ആളുകളും വിളിച്ച് ചോദിച്ചു, ബിനു ചേച്ചി ഇങ്ങനെ എൻ്റെ ആളുകളൊക്കെ എന്നത് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊന്നും എന്നോട് പറഞ്ഞ വേടം എന്താ വെച്ചാൽ, അവർ പറഞ്ഞു നടന്നാലും ബിനു ചേച്ചിനെ അറിയുന്നവർക്ക് ബിനു ചേച്ചിനെ അറിയാം, അവർ പറഞ്ഞ് നടന്നോട്ടെ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, അവർക്ക് മറുപടി പറയാൻ ഞാനല്ല ആളല്ല. എന്താ വെച്ചാൽ അവർക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞു നടന്നോട്ടെ, അതിനൊക്കെ മറുപടി പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ അവർ നമ്മൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ പ്രതിസന്ധി നേരിടാൻ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ജനം അത് തിരിച്ചറിയും. ജനം ഒരു വട്ടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും ജനം ഈ വക ആളുകളെ തിരിച്ചറിയും, നമ്മളെ സഹായിക്കുന്നുള്ള പരിപൂർണ വിശ്വാസത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ആരെയും ഒരു തരത്തിലും ദ്രോഹിക്കാനായിട്ട് ഞാനും ആളല്ല. ഞാൻ വളരെ ആത്മാർത്ഥത്തോട് കൂടിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട്. ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത ചേച്ചിയോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി. നിങ്ങൾക്ക് അതാത് സ്ഥാനാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ സഭ്യമായ ഭാഷയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തിരഞ്ഞെടുക്കപ്പെട്ട കാര്യമാത്ര പ്രസക്തമായ ചോദ്യങ്ങൾക്ക് സ്ഥാനാർത്ഥി മറുപടി പറയുന്നതായിരിക്കും. കൂടാതെ ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.